ഹായ്, ഞാൻ വർദ്ധ. നമ്മളൊരു ഫാമിലി അത് കാഹില് ആര്യന് നമ്മളൊരു ഓൾ കേരള ഫാമിലി സൈക്കിൾ റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വയനാട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരിയാണ്. അബിൻ്റെ വീട്ടിലേന്. നമ്മളിപ്പോൾ രാവിലെ ഇന്നത്തെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ മാക്സിമം നേരത്തെ റൈഡ് ചെയ്ത് പറ്റുന്നത്ര കിലോമീറ്റർ കവർ ചെയ്ത് ചുരം ഉച്ചയാകുമ്പോഴത്തേന് കയറണം എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. അറിയില്ല എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും നമ്മൾ ഏകദേശം കുറച്ചൊക്കെ നേരത്തെ നീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അബിനോട് നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ നീ പിന്നീട് ഒരു ദിവസം നമുക്ക് എന്തായാലും വരണോ, ഇവിടേക്ക് വരണോ? ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം സെറ്റായി, ഇവിടുന്ന് ഇറങ്ങാൻ സെറ്റായി നിൽക്കട്ടോ. ഏതായാലും 2 ദിവസം അല്ലേ, ഒരു ഇന്ന് മെഞ്ഞാന്ന് വൈകുന്നേരം പെൻഡിങ് ഉള്ളതൊക്കെ തീർക്കാനും ഫ്രഷ് ആവാനും ഒക്കെ നമുക്ക് പറ്റി. പിന്നെ ഇവിടെ അടുത്തുള്ള വീട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും പരിചയമായി. ഇപ്പോൾ ഒക്കെ ഒരു വീട് പോലെ തന്നെയാണ് ഇവിടെ ചുറ്റുഭാഗത്തുള്ള വീടുകളും ഒക്കെ. നല്ല സന്തോഷം നമുക്ക് എല്ലാവരും കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയത്. ഏതായാലും ഇനിയിപ്പോൾ ഇന്ന് 4-ാം തീയതിയാണല്ലേ, 4-ാം തീയതി കണ്ടിന്യൂ ചെയ്യുക. വയനാട് ആ വഴിക്ക് കയറി അങ്ങ് പോലെ പറ്റിയെങ്കിൽ വൈത്തിരി അല്ലെങ്കിൽ കൽപ്പറ്റ. എങ്ങനെയായാലും വണ്ടിയോ? വണ്ടി പൊന്തിച്ചു അല്ലേ? കയ്യേക്ക് പേരെന്തായിരുന്നു? ഷിയാദ്. എവിടെ സ്ഥലം? നമുക്കും അങ്ങനെ നമ്മൾ റൈഡ് ചെയ്ത് അടിവാരം വരത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇതൊന്ന് രാവിലത്തെ ഫുഡും കഴിക്കണം. ഉച്ചക്കത്തെ ഫുഡ് എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്ത് മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഇനി ചുരത്തിലെത്തിയാൽ എപ്പോൾ നമ്മൾ അവിടെ എത്തുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉടനെ ഉച്ചക്കത്തെ ഫുഡ് കൂടി കരുതിയിട്ട് പോകാനാണ് വിചാരിച്ചതല്ലേ. എന്താ അതെ, അല്ലെങ്കിൽ കുട്ടികളുള്ളതുകൊണ്ട് ഇവർക്ക് വിശക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അടിവാരത്തേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിയില്ലേ. ഞാൻ ടൈം കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേന് വേണ്ട, ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം കയറ്റം ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനി കയറ്റം മാത്രമുള്ള ഇറക്കല്ലേ ഇതുവരെ ഇതുവരെ തന്നെ ഒന്ന് കയറ്റം കയറിയാലും ഇറക്കണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ. അതോളം കയറ്റല്ലേ. ആര്യനെങ്ങടാ പോണത്? ആര്യനെങ്ങടാ പോണത്? മങ്കിനെ കാണാൻ പോവാ. മങ്കിക്ക് എന്താ കൊടുക്ക? പഴം കൊടുക്കോ? ആര് മങ്കിക്ക് പഴം കൊടുക്കാൻ? പഴം കൊടുത്ത മങ്കി എന്റെ കൂടെ പോരും. ഇത് പിന്നെ മങ്കിനെ വണ്ടി വെക്കണ്ടേ? മങ്കിനെ കൊണ്ടുപോകണോ വീട്ടിക്ക്? രണ്ടാമത് ബദൽ റോഡ് ഉണ്ട്. ബദൽ റോഡിലേക്ക് തിരിഞ്ഞ പാടെ മേലോട് കുത്തനുള്ള ഒരു മക്കാണ്. അതിന്റെ തൊട്ട് താഴെ തന്നെയാണ്. പക്ഷെ കാണാൻ പറ്റില്ല. ആയിക്കോട്ടെ, ശരി കേട്ടോ. എന്താണ്ട് ഒരു ഇത് തള്ളണ്ടേ വരുമോ? ചവിട്ടണ്ടേ? അർഷ ചവിട്ടൂലേ? ആര്യ
നമുക്ക് മങ്കിനെ കാണാൻ പോണ്ടേ? നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇനിയിപ്പോൾ അങ്ങനെ ചുരം കയറി ഇപ്പോൾ നമ്മൾ ഇവിടെ ഇനി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ പേരെന്താണ്? നിങ്ങളെ പേര്? നിങ്ങൾക്ക് വയനാട് അല്ലേ? കോഴിക്കോട്. ആ, കണ്ടത് സന്തോഷം. ആ, ആയിക്കോട്ടെ. ഇതിയുടെ വിളയാട്ടോ. അറബിയൻ രുചിയുടെ മേളം മേളം യഹയോ സമാവാത്തി ബുറാക്കിലേറി ഷാറാഫോടും റസൂലും പാറി. ബൈ ബൈ. ചാറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കൈയേറ്റ് കണ്ടു. ബാക്കി നിങ്ങളാടി. പാട്. എനിക്കറിയില്ല ബാക്കി. നല്ല ടാസ്ക്കാണ്, അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്. എന്നാലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ ഒരു വാശിയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാതെ പിന്നെ ആരാ കംപ്ലീറ്റ് ചെയ്തു? ഞാൻ കംപ്ലീറ്റ് ചെയ്യും. കഷ്ടപ്പാടുണ്ട്, ഞങ്ങളത് അതെനിക്ക് താഴത്തു തന്നെ മനസ്സിലായി. പക്ഷേ അത് ഞാൻ ഫിനിഷ് ചെയ്യും. ആര്യ നമുക്കത് മുഴുവനാക്കണ്ടേ? മങ്കിനെ കാണാൻ പോണ്ടേ? ഞങ്ങൾ എത്ര ചോട്ടിയൊരു ചലഞ്ച് തന്നെയാണിത്. കേരള സൈക്കിൾ റൈഡിന്റെ ഭാഗമായിട്ട് വയനാട് പോണ വഴിയാണ്. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ വെച്ചിട്ട് റൈഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ടാസ്ക് തന്നെയാണ്, റിസ്ക് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു സ്പിരിറ്റിലെടുത്തേക്കാം. സത്യം പറയുന്നത് ഒരു ടീം വർക്കാണ്. നമ്മൾ ഫാമിലി ആണെങ്കിൽ പോലും ഞങ്ങളുടെ 4 ആളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എങ്ങനെ ചെയ്യണമെന്നുണ്ടോ. ഞങ്ങൾ 4 ആളൊരു ടീമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ജേണി ഇത്ര അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും പറയുന്നുണ്ട് കുട്ടികളെ വെച്ചിട്ട് റിസ്ക് അല്ലേ റിസ്ക്. ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആര്യ ആര്യ അടിച്ച കണ്ടോ, ചോരം കയറി ക്ഷീണിച്ചിരിക്കുകയാണ്, എന്നാലും ഓണാണ്. നമ്മളൊരാഗ്രഹത്തിന് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം.
ഒരു ദിവസം മുട്ട പിങ്ങിയ 3 വെച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട കടിയാ കടി വേണം. ഒന്നും കാട്ടില്ലല്ലോ. ഏകദേശം ചുരത്തിൻ്റെ പകുതി അയക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഈവനിങ് റൈഡ് പോവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ചുരത്തിൽ കുടുങ്ങി പോകും ആര് ബേബി ഉറങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ നമുക്ക് നല്ലൊരു സ്പോട്ടൊക്കെ കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, റെസ്റ്റ് എടുക്കുകയാണ്. കടലിൻ്റെ പുറത്ത് കിടക്കണം. അപ്പോൾ കട തുറക്കുന്ന ടൈമായപ്പോൾ ഓണർ വന്നിട്ട് ഞങ്ങളിവിടെ പുറത്ത് നിന്ന് കിടക്കുന്നുണ്ടപ്പോൾ ഞങ്ങളിവിടെ ഉള്ളിൽ കയറ്റി കിടത്താൻ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരു 3 മണി 3:30 വരെ ഉറങ്ങിക്കഴിഞ്ഞാൽ വെയിലൊന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് റൈഡിൽ പോകണം. പിന്നെ അത് നല്ലൊരു താങ്ക് യു പറയാൻ നമ്മുടെ പുതായ കട ഓപ്പണാണല്ലോ, ഈവനിങ് ആണല്ലേ. ഇതാണ് നമ്മളെ ബ്രോൻ്റെ ഷോപ്പാണത്. എന്താ പേര് നമ്മൾ പരിചയപ്പെടുത്തിക്കൂടി? എൻ്റെ പേര് ഫൈസൽ. നമ്മൾ യാദൃശികമായിട്ട് ഇങ്ങനെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ്. വരുന്ന സമയത്ത് ഞങ്ങളിവിടെ നിലത്തിട്ട് കിടക്കായിരുന്നല്ലേ. എവിടെ സ്ഥലം? ഞാൻ മുക്കത്ത്. വീഡിയോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. നേരിട്ട് കാണാൻ സന്തോഷം. ആള് ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഓക്കെ, ശരി, താങ്ക് യു. ഇതെന്താ? മറ്റേ മസ്കബണ്ണ. ഫോണ് തരാം. താമരശ്ശേരി ചുരം കയറിയാണ് ഒരു ഉച്ചക്കാലത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നത്. നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ റെസ്റ്റ് എടുത്താണ് കിടക്കുന്നത്. അപ്പോഴാണ് ഷോപ്പിൻ്റെ ഓണർ വരുന്നത്. ഷെഫ്റ്റാണ് ഷോപ്പിൻ്റെ പേര്. ഏകദേശം ഒരു ചുരത്തിൻ്റെ പകുതിക്കായിട്ടൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി ആംബുലൻസിൻ്റെ ലൊക്കേഷൻ വന്നപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ഓണർ വന്നതിന് ശേഷം മോനെ ഇവിടെ ഉള്ളിൽ കിടക്കാൻ സമ്മതിച്ചു. അതിന് ശേഷം നമ്മൾ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി മസാല ടീയും അതേപോലെ നല്ല ടേസ്റ്റ് റോളക്സ്. നമ്മളടുത്ത് ബോക്സ് ഇല്ല. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ കയറിയാണ്ട് ഒരു ദിവസത്തെ ഫുഡ് കഴിച്ചു. ജ്യൂസും വെള്ളവും റെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത്. മസ്കാബണ്ണ എങ്ങനെ ഉണ്ടായിരുന്നു? മസ്കാബണ്ണ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയും മസാലക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പള്ളി ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. ആരാ വരുന്നേ?
നമുക്ക് ക്ലാപ്പ് കൊടുക്ക്, നമുക്ക് ക്ലാപ്പ് കൊടുക്ക്. അപ്പ് അപ്പ്. നമുക്കറിയില്ലേ, നമുക്കറിയണില്ലേ, നമുക്കറിയണില്ലേ? ഞങ്ങൾ പോന്നോണ്ടിരിക്കുമ്പോഴതാ വേറൊരു ഫാമിലി കണ്ടോ അതേ സേഫ് കിട്ടാമോ? ശരിയല്ലേ? കണ്ടത് ഇൻസ്റ്റയിൽ ആരോ ഒന്നിന്റെ പേജിൽ നിങ്ങൾ എവിടെ ഒന്ന് വന്നിട്ട് സംസാരിക്കുക ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. അത് വേറെന്താ? ഒരു ഫാസിൽ ഫാസിലെവിടെ സ്ഥലം അല്ലേ? ഇവിടെ എങ്ങനെ വന്നപ്പോ? ഇവിടെ ഞങ്ങൾ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. എന്നാലും ഹായ് പറഞ്ഞേക്ക്. ഒരു 1-2 കിലോമീറ്റർ ഒക്കെ തന്നെ വരാനുണ്ടാവാം. മാക്സിമം 12 കിലോമീറ്റർ. എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യാൻ മാട്ടേ. ആ ഓയ് എന്താണത്? മലയണ്ണാൻ അണ്ണാൻ മലയണ്ണാൻ കഴിക്കണോക്കെ എന്റെ ചെവിയൊക്കെ നോക്ക്. സൂപ്പറാ. അങ്ങനെ ഞങ്ങളൊരു മാസമായി. സംസാരിച്ചോ? നമ്മളിപ്പോൾ ഏകദേശം റൈഡ് ചെയ്ത് ചുരത്തിൻ്റെ പകുതി അയക്കണ്. അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്, ടാസ്ക്കാണ്. പക്ഷെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. നമ്മളൊരു ടീം വർക്കാണിത്. ഈ ഓൾ കേരള സൈക്കിൾ റൈഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വയനാട് കവർ ചെയ്യണം എന്നുള്ളത് നമ്മളെ നിർബന്ധമാണ്, ചുരം കയറണം എന്നുള്ളത്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ക്ഷീണമുണ്ട്. നമ്മൾ ഏകദേശം കുറച്ചുകൂടി നേരത്തെ ചുരം കയറണം എന്നാണ് വിചാരിച്ചിരുന്നത്, പറ്റിയില്ല. ബട്ട് ഞങ്ങൾ ഉഷാറായിട്ട് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് പതിയെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പാടിക്കാണി ആരെ പാട്. ആ എടുക്ക. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങള് ചുരം ചവിട്ടി കഴിച്ചു. വെറുതെ നിൽക്കൂലേ? ആ എന്നാ അവിടെ നിർത്തിക്കോ, അല്ല മോളില്.
അങ്ങനെ വർദ്ധ ചുരം ചലഞ്ച് അക്സെപ്റ്റാക്കി. ഇത് മൊത്തം ഓള് ചോട്ടിക്കേറ്റ നമ്മളെ 5ാമത്തെ ജില്ലയായ വയനാട് എത്തിക്കാണ്. ഭയങ്കര സന്തോഷമുണ്ട്, അതിലേറെ ഇമോഷണലാണ്. വെച്ചാൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ട് അത് പറ്റുണ്ടാവില്ല, നിങ്ങളിത് എന്തിനാ ചെയ്യണമെന്നുള്ളത്. നമ്മൾ യാത്രനോടുള്ള അത്രയും താല്പര്യം കൊണ്ടും ആഗ്രഹം കൊണ്ടാണ് ഇത് ചെയ്യണത്. എനിക്ക് ഏറ്റവും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ചുരം കയറുന്നത് കുട്ടികളെ വെച്ചിട്ടും ഇവനൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സങ്കടം സന്തോഷം കൊണ്ടാവും. വെച്ചാൽ ഇവരൊക്കെ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര സന്തോഷം. ഞാനെന്തോ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്ത മാതിരത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 5ാമത്തെ ജില്ലയിൽ ഞങ്ങൾ എത്തിക്കാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇനിയും തുടർന്ന് പോകും. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പേര് വിനു എന്നാണ്. ഞങ്ങൾ ചുരം ഗ്രീൻ ബ്രിഗേഡ് വാളണ്ടിയേഴ്സ് ഗ്രൂപ്പിലെ അംഗമാണ് ഞാൻ. ഞങ്ങൾ ഇവിടെ സേവനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ. സ്ഥലം എവിടെയാണ്? കൈതപ്പൊയിൽ. കൈതപ്പൊയിൽ. നമ്മുടെ ഓഫീസ് 2ാം വളവിലാണ്. ചുരം ഗ്രീൻ ബ്രിഗേഡ്. ഞങ്ങളെ യാത്രക്ക് ഒരു ആശംസ അറിയിച്ച് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞു. ഇവർ ചെയ്യുന്ന യാത്രയിൽ ചുരം ഗ്രീൻ ബ്രിഗേഡിന് ഭാഗത്തു നിന്നും സർവ മംഗളാശംസകൾ. എല്ലാവരും ഹായ് പറയോ? ഒരു ഹായ് പറയോ? ആരുടെ അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്? ആരവിടെ പോയിക്കണോ? ആ ഞാനല്ല ഒന്നവിടെ വെറുതെ ഇട്ടിക്കണേ. രാവിൽ പൂത്ത നക്ഷത്രം ചില്ലിൻ ജാലകം. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അതല്ലേ? നയാ പൈസ ഇല്ല കയ്യിലൊരു നയാ പൈസ പാടി കേഴുന്നു അതല്ലേ? ഏണ്ട് മണ്ണിനും മരങ്ങൾ പാടും കൂടുന്ന പക്ഷികൾ. നല്ലൊരു പാട്ടുണ്ട്. പാട്ടേ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. എങ്ങനെ? വിജനമായ വയനാടൻ ബാണാസുര സാഗർ റൂട്ടിൽ, ബാണാസുര സാഗറാണ് നേരെ പോയാൽ. ബാണാസുര സാഗർ ഡാമില്ലേ, അങ്ങോട്ടാണ് ഈ റോഡ്. നാളെ അങ്ങോട്ടാ? കണ്ണൂരും കാസർഗോഡൊക്കെ കവർ ചെയ്ത് ആണല്ലേ? അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഇന്നിപ്പോ ഇവിടെ ഞാൻ ഇന്നലെ രാത്രിയാണത് പിന്നെ കണ്ടത്. ക്യാപിറ്റൽ കിച്ചൺ അല്ലേ? ഞങ്ങൾ അവിടുന്ന് മുതലേ നോക്കി വരുന്നുണ്ട്. പേരെങ്ങനെയായിരുന്നു? ഇവിടെ തന്നെ സ്ഥലം. ഹായ് പറഞ്ഞേക്കാൻ. ഹായ്.
ഇവരെ നമ്മൾ ഇന്നലെ തൊട്ട് നോക്കി നിൽക്കുക, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു കൊടുവള്ളിയിൽ നിന്ന്. അപ്പൊ ഞാൻ യാദൃശികമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറച്ച് മുമ്പ് എത്തിയിട്ടുണ്ട്, ഞാൻ മനസ്സിലായില്ല. അപ്പൊ ആളെ കൂടെ ബൈക്കിൽ കയറ്റി വിട്ടായിരുന്നു. മോന്റെ പേരെന്ന് പറയാം? പ്രണവ്. എന്തായാലും യാത്രകളൊക്കെ ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അല്ല ഫുഡ് കഴിക്കണ്ടേ ഞങ്ങൾ? ഓക്കെ ഓക്കെ. സ്പെഷ്യൽ മിന്റ് ടീ ആണ്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ കാക്കു ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് കാക്കുവിൻ്റെ ഒരു സ്പെഷ്യൽ മിന്റ് ടീ ഒക്കെ തന്നിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഇപ്പോൾ വയനാട്. ഇന്നത്തെ ദിവസം ഒരു പറഞ്ഞത് ഇന്നലത്തിലേറെ തണുപ്പുണ്ടെന്നാണ്. അപ്പോൾ കുറച്ച് ഉള്ളോട്ട് പോന്നിട്ടാണ്. നമ്മൾ വൈത്തിരിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകുന്നതാണ്. നമുക്ക് ഇവിടെ റിസോർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റേ പോണ വഴിയിൽ ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നമ്മൾ വൈത്തിരിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകുന്ന ലൊക്കേഷൻ വെക്കാം. കൊഴുതന ബാണാസുര സാഗർ ഡാമുക്കൊക്കെ പോകില്ലേ അവിടെ? ക്യാപിറ്റൽ കിച്ചൺ. എന്താ ഹോട്ടലിൻ്റെ പേര്? ക്യാപിറ്റൽ കിച്ചൺ. ക്യാപിറ്റൽ കിച്ചൺ നമ്മൾ കയറിയിട്ടുള്ളത്. ഇവിടെ 1-2 ആൾക്കാർ നമുക്ക് ചോദിച്ചപ്പോൾ സജസ്റ്റ് ചെയ്ത് തന്നതാണ്. ഫുഡ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ലാച്ചു കുറച്ച് ബിരിയാണി അത് വിശപ്പുണ്ടായി. നമ്മൾ ഉച്ചക്കൊന്ന് അഡ്ജസ്റ്റ്മെന്റ് തട്ടിപ്പൊട്ട് എനിക്ക് വരക്കുമെന്ന്. പക്ഷെ എന്നാലും കഴിച്ചിട്ടുണ്ട് അല്ലേ? മൺമസ്തിക കഴിച്ചിട്ടുണ്ട്. എന്നാലും കരം കയറി വന്നല്ല, അതിലൊരു വിശപ്പുണ്ട്. ഷോപ്പിൻ്റെ ഓണറാണ്. അടിപൊളിയാണ്. നമ്മൾ ഓഫ് റോഡിലൊക്കെ വന്നിട്ട് ഇറങ്ങണോക്കോ പോയി ഇറക്കിക്ക. ആര്യാ സ്ട്രോങ്ങാന്നാ പറഞ്ഞോളൂ. ആര്യാ ആര് സ്ട്രോങ് അല്ലേ? ഓക്കെ. എവിടേക്ക് പോണ? എവിടെ പോവാ? ആര്യ അതൊക്കെ എറിഞ്ഞു പോണതാ. എവിടെ പോവാ? അവിടെ എത്ര കിടക്കുന്നുണ്ട്? ആരെവിടെ കിടക്കണേ? ഓക്കെ അവിടെ കിടന്നോ. എന്താ നമ്മളെ റിസോർട്ടിന്റെ പേരെന്താ? നമ്മള് അങ്ങനെ സൈക്ലിംഗ് ചെയ്ത് വയനാട് എത്തി. നമ്മളിപ്പോ റിസോർട്ടിലുള്ളത്. നമ്മള് വയനാടില്ല വാടകയ്ക്ക് എന്ന് പറയുന്ന റിസോർട്ടിലാണ് എത്തിയത്. അത്യാവശ്യം ഓഫ് റോഡൊക്കെ ഒഴുകിട്ടാണ് അവിടെ എത്തിയത്. നൈറ്റ് ആയതുകൊണ്ട് ഇപ്പൊ പുറത്ത് എങ്ങനെയെന്നുള്ളതൊന്നും അറിയില്ല. അതിപ്പോ നമ്മള് അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ട്. ഒരു മിനിറ്റ് നമ്മൾ എത്ര കിലോമീറ്റർ റൈഡ് ചെയ്ത് തന്നെടുക്ക? 43 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്ത് തന്നിട്ട് അതിലും പകുതി മുക്കാലും ചുരവും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് നല്ല അത്യാവശ്യം ടയർഡായിക്കണം. എല്ലാവരും മക്കളും ഞാനും ഒക്കെ ടയർഡായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇനിയിപ്പോ എന്തായാലും ഉറങ്ങിട്ട് പറ്റുന്നു. നാളെ രാവിലെ ഞാൻ നമ്മളെ റിസോർട്ടിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നൈസാണ്. നമ്മൾ കണ്ടുകൊടുത്തോളം അടിപൊളിയാണ്. അപ്പോൾ നാളെ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്നും ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് എന്താ അത്യാവശ്യം ഉണ്ട് വീഡിയോ. പക്ഷെ ഒക്കെ ഭയങ്കര സന്തോഷം കിട്ടും. നമ്മളാ ചുരം കയറി വന്നപ്പോ ഇത്രകാലം ആൾക്കാരെ നമ്മളെ മീറ്റ് ചെയ്ത് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഓനെ കാണിക്കില്ലേ ഒരുപാട് ആൾക്കാര് നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മളെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. കുറെ ആൾക്കാര്
ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇന്ന് നമ്മളെ മീറ്റ് ചെയ്തവരുണ്ട്. ഓരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കാണ്. വെച്ചാൽ നമ്മൾ ഇന്ന് വീഡിയോ കണ്ടിട്ട് ഇന്ന് നമ്മളെ ഇവിടെ ചുരത്തുനിന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഒരു വയനാട് ചുരം കയറി ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വേറെ എവിടെയും പോയിട്ട് കിട്ടാത്തൊരു സന്തോഷം. മേ ബി ആ ചുരം കയറാൻ പറ്റുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടാവും. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം നമ്മളിവിടെ വയനാട് സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി അടുത്ത നാളത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.